അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റായിട്ട് ബട്ടർ ചിക്കൻ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കനൊന്ന് മസാല പുരട്ടി വെക്കണം. ഞാനൊരു 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് എല്ലോട് കൂടിയുള്ള ചിക്കൻ തന്നെ എടുത്തേക്കുന്നത്, ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ എരി കുറവായിരിക്കും, നല്ല കളറും കിട്ടും. കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർക്കാൻ ശ്രമിക്കുക. പിന്നീട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയുള്ള തൈര് ചേർക്കരുത്. പിന്നീട് ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ലതുപോലെ അപ്പം മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം മാത്രമാണ് ഫ്രിഡ്ജിൽ വെച്ചേക്കേണ്ടത്. എന്നാൽ മാത്രമേ ചിക്കനകത്ത് ഈ മസാലയൊക്കെ പിടിക്കത്തുള്ളൂ. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ എടുത്തിട്ട് ഫ്രൈ ചെയ്യരുത്. നമുക്കിത് മസാല പുരട്ടി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. എന്നിട്ടിത് ഫ്രൈ ചെയ്യാൻ എടുക്കാം. ഇനി നമുക്ക് ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പാനൊന്ന് ചൂടായതിന് ശേഷം ഞാനൊരു 3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കുറച്ച് ചെറിയൊരു പീസ് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബട്ടറും ഓയിലും നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമുക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാൻ. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നേരം കുക്ക് ചെയ്ത് ഹാർഡാക്കണ്ട. ഒരു പകുതി കുക്ക് ചെയ്താൽ മതി. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അടച്ചു വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോഴാകുമ്പോൾ പെട്ടെന്ന് തന്നെ ചിക്കൻ ഫ്രൈ ആയി കിട്ടും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കോരി മാറ്റാം. ഇതിന് ഞാൻ അധികം ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. നമുക്ക് വേറൊരു പാൻ എടുക്കുക. ഈ പാൻ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. ഇതിലേക്ക് വെളിച്ചെണ്ണയൊന്നും ഒഴിക്കരുത് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റിനൊരു വ്യത്യാസം വരും. ഞാൻ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന 2 സവാള ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനൊരു 3 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു 3 തക്കാളിയാണ്. അത് നല്ല പഴുത്തിട്ടുള്ള തക്കാളിയാണ് എടുക്കുന്നത്. അത് ഇതിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി എന്നിട്ട് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ
ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അതൊരു 1.5 ടേബിൾ സ്പൂൺ, അധികം ചേർക്കണ്ട, ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ പച്ച ചെവിയൊക്കെ മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. എല്ലാം കൂടി ഒന്നൊന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ചെവ മാറുന്നിടം വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാടാതെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ കറിക്കൊരു ടേസ്റ്റിന് വ്യത്യാസമായിരിക്കും. ഇനി നമുക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 15 കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതും ഇതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് തന്നെ വഴറ്റിയെടുക്കാം. തക്കാളിയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മസാലപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലേ ഈ മസാലയുടെയൊക്കെ ഈ പച്ച ചെവയൊക്കെ മാറി കിട്ടത്തുള്ളൂ. ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് തന്നെ നന്നായിട്ട് ഇതിലേക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ചൂടുവെള്ളമാണ്. ഞാനൊരു 1 കപ്പ് ചൂടാക്കിയ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ നോക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിത് ഏകദേശം ഒരു 5 മിനിറ്റ് ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. തക്കാളിയും ഉള്ളിയും എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ. ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വെക്കണം. എന്നിട്ട് ഇത് മിക്സിക്കകത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇത് തണുത്തതിന് ശേഷം മാത്രമേ മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാവൂ. നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കാം. ഇത് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഈ അടിച്ചെടുത്ത ഈ അരപ്പ് നമുക്കൊന്ന് ഒരു അരിപ്പെടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു പാൻ എടുക്കുക. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ ഒന്ന് ചൂടായി വരട്ടെ. ഈ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അത് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. തരി ഒട്ടും കാണരുത്, അതിനാണ് നമ്മൾ ഈ അരിക്കുന്നത്. നമുക്കിതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഈ അരപ്പൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഈ അരപ്പിനകത്തോട്ട് ഇനി ഉപ്പൊന്നും ചേർക്കണ്ട. നമ്മൾ ആദ്യമേ ഇത് മിക്സിക്കകത്ത് അടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ അരപ്പെല്ലാം കൂടെ ചേർത്ത സമയത്ത് തന്നെ ഉപ്പൊക്കെ കറക്റ്റിന് ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇനി ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. അതിലകത്തോട്ട് ഉപ്പുണ്ട്. ഇനി ഒന്ന് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ്. അതായത് ഫ്രഷ് ക്രീമും കസ്തൂരിമെത്തിയുമാണ്. ഫ്രഷ് ക്രീം ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ കസ്തൂരിമെത്തിയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ബട്ടർ ചിക്കൻ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയും കൂടിയാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.